വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കളിതമാശകൾ ആരംഭിക്കുകയാണ്. കറൻസി നോട്ടിനേക്കാൾ വലിയൊരു കളിക്കോപ്പ് ഈ രാജ്യത്ത് വേറെ ഇല്ലല്ലോ. കേന്ദ്രം തന്നെ അതെടുത്തല്ലേ കളിക്കുന്നത്. 2016 നവംബർ 8 2652 ഗസറ്റ് വിജ്ഞാപന പ്രകാരം 500,000 രൂപ മൂല്യമുള്ള കറൻസികൾ 8/11/2016 അർദ്ധരാത്രി മുതൽ അസാധുവായി. ഈ നടപടി സ്വീകരിച്ചത് കള്ളപ്പണവും കള്ളനോട്ടും പുറത്തു കൊണ്ടുവരാനാണ് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയണ്ട. കേന്ദ്ര സർക്കാർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയാണ്. ഇതിൽ കള്ളനോട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ നടപടി സഹായിക്കും. എന്നാൽ കള്ളപ്പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരളവ് മാത്രമേ ലക്ഷ്യം കൈവരിക്കാനാവൂ. കള്ളപ്പണത്തിന് സിംഹഭാഗവും വരുന്ന വിദേശത്തു നിന്നുള്ള കള്ളപ്പണവും ഭൂമിയും സ്വർണ്ണം തുടങ്ങി നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണവും വലയിൽപ്പെടില്ല. ഈ ലക്ഷ്യങ്ങൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും സമ്പദ്ഘടനയിൽ പ്രതികൂല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാതെയും നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ വിമർശനം. കേരള സർക്കാരിനെ അങ്ങനെയൊക്കെ വിമർശിക്കാം. അതിന് കൂപ്പുണ്ട്. എന്തുകൊണ്ടെന്നാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സാമ്പത്തിക ഉപദേഷ്ടാവുണ്ട്. പോരെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി തന്നെ സ്വന്തം നിലക്കൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ്. പക്ഷേ ഇന്നലെ ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ നടക്കുക? നാട്ടിൽ ഈ 2-3 ആഴ്ചക്കാലം എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകുക? എനിക്കത് വിശ്വസിക്കാൻ പൂർണ്ണമായി കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഇന്നലെ പറഞ്ഞില്ല. പക്ഷേ ഇന്നിപ്പോൾ ധനകാര്യ സെക്രട്ടറി അടക്കി വരുന്നത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ട്രഷറിയുടെ ഓപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ധാരണയില്ല. അവിടെയും പറയുന്നത് ഇനി തിങ്കളാഴ്ച പറയാമെന്നുള്ളതാണ്. യഥാർത്ഥ പ്രശ്നം എനിക്കെൻ്റെ ഊഹമാണ് ഞാൻ പറയുന്നത്. ഈ നോട്ടിന് അടിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തരുന്ന 500-ഉം 1000-നും അപ്പപ്പം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കാനുണ്ടാവില്ല. സോ അത് റേഷൻ ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. സമാധാനമായി, ശരിക്കും സമാധാനമായി. സത്യത്തിൽ ഇപ്പോഴാണ് പൊളിമിക്സിന് ഒരു സമാധാനം കൈവന്നത്. ഊഹത്തിൻ്റെയും തോന്നലിൻ്റെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയും പൊളിമിക്സും മാത്രമല്ലല്ലോ. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും അങ്ങനെയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നാടകം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു അതിർത്തിയിലെ സർജിക്കൽ ഓപ്പറേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വീരസ്യം പെരുമയും അത് ഇവിടെ നിന്നും കൂടി ഉണ്ടാക്കാനുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാൻ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി തന്നെ മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് കേരളം ഹവാലക്കാരുടെ കേന്ദ്രമാണെന്ന് പൂജനീയ റാം മാധവ്ജി ചൂണ്ടിക്കാട്ടിയത്. BJPയുടെ സെക്രട്ടറി റാം മാധവ് പറഞ്ഞിരിക്കുന്നത് കേരളം ഹവാലയുടെയും കള്ളപ്പണത്തിൻ്റെയും കേന്ദ്രമാണ്. അതിനെ സംരക്ഷിക്കാനാണ് കേരളത്തെ അങ്ങനെ ശ്രമിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. വായിച്ചത് അതെന്നാ അദ്ദേഹം പറഞ്ഞു. സഭ ഒന്നടങ്കം പ്രതിഷേധിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, യഥാർത്ഥ ഒന്നടങ്കം ആ പ്രസ്താവനയിൽ പ്രതിഷേധിക്കുന്നു. താങ്ക് യു. BJPയുടെ ഒരംഗത്തെ ഏറെ കഷ്ടപ്പെട്ട് അവർ ഈ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ചിരുന്നു. പക്ഷേ ഈ ഒന്നടങ്കത്തിൽ താനും തൻ്റെ പാർട്ടിയും പെടില്ല എന്ന് പറയാനെങ്കിലും അദ്ദേഹത്തെ അവിടെയൊന്നും കണ്ടില്ല. അതുപോട്ടെ, കറൻസി റദ്ദാക്കൽ ഇതിനു മുൻപും ഈ രാജ്യത്തുണ്ടായതാണല്ലോ. അന്ന് എന്തായിരുന്നു സ്ഥിതി? ഇതിനു മുമ്പ് 1977 കറൻസി നോട്ടുകൾ അസാധുവാക്കിയ സാഹചര്യമല്ല ഇന്നുള്ളത്. അന്ന് കൂടുതൽ സാധാരണക്കാർ 500 രൂപയുടെ കറൻസി നോട്ടുകൾ അന്നത്തേക്കാൾ കൂടുതൽ സാധാരണക്കാർ 500 രൂപയുടെ കറൻസി നോട്ടുകൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. 1977 ഏതാണ്ട് 20 രൂപയുടെ മൂല്യം മാത്രമാണ് ഇപ്പോൾ 500 രൂപയ്ക്കുള്ളത്. ഇതുമൂലം ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന നടപടി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലായി. ബുദ്ധിമുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. അതെങ്ങനെ ഒഴിവാക്കാനാകുമെന്ന് പറയൂ സാർ. RBI നൽകിയിട്ട ഉപദേശങ്ങൾ ഇവയാണ്. നവംബർ 11 അർദ്ധരാത്രി വരെ സർക്കാർ ആശുപത്രികൾ, പെട്രോൾ പമ്പുകൾ, CNG ഗ്യാസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ 500,000 രൂപയുടെ പഴയ നോട്ടുകൾ സ്വീകരിക്കുന്നതാണ്. ഇതിന് പുറമെ ഇപ്പോൾ ക്രമറ്റോറിയം, സഹകരണ സംഘങ്ങൾ തുടങ്ങിയ ചില സ്ഥാപനങ്ങളുടെ കൂടി ലിസ്റ്റ് ആ കത്തിലുണ്ട്.
എനിക്ക് ഇവിടെ ഫോൺ കിട്ടാത്തതുകൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മതി മതി, കേട്ടിടത്തോളം കൊണ്ട് തൃപ്തിയായി. ആശുപത്രിയിൽ മാത്രമല്ല ശ്മശാനത്തിലും നോട്ട് സ്വീകരിക്കുമല്ലോ. ഇതിനേക്കാൾ വലിയ എന്ത് സൗകര്യമാണ് മോദി സർക്കാർ ചെയ്തു തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതൊക്കെ പോട്ടെ, എന്നിട്ടും ബാക്കി വരുന്ന നോട്ട് എന്തു ചെയ്യണം, എവിടെ കൊടുക്കണം? നവംബർ 10-നും ഡിസംബർ 30-നും ഇടയ്ക്കുള്ള 50 ദിവസങ്ങളിൽ 500 രൂപ 1000 രൂപയുടെ പഴയ നോട്ടുകൾ പോസ്റ്റ് ഓഫീസുകളിലോ ബാങ്കുകളിലോ കൈമാറാവുന്നതാണ്. അസാധുവായ കറൻസി നോട്ടുകൾ നിശ്ചിത പോസ്റ്റ് ഓഫീസുകളും ബാങ്കുകളും സമർപ്പിച്ച് പകരം താഴ്ന്ന ഡിനോമിനേഷനുള്ള കറൻസി നോട്ടുകൾ വാങ്ങാവുന്നതാണ്. ഇതിനായി പാൻ, ആധാർ കാർഡ്, വോട്ടർ ID എന്നിവ ഹാജരാക്കേണ്ടതാണ്. പക്ഷേ പ്രശ്നം, നവംബർ 10 മുതൽ 24 വരെ പ്രതിദിനം 4000 രൂപ വെച്ച് മാത്രമായിരിക്കും താഴ്ന്ന ഡിനോമിനേഷനിൽ പണം കിട്ടുക. ഇനി പണം നിങ്ങൾക്ക് പിൻവലിക്കാം. ഇപ്പോൾ ബാങ്കിലോ മറ്റോ ഉള്ളത് ATM നിന്ന് 19-ാം തീയതി വരെ പ്രതിദിനം 2000 രൂപയെ പിൻവലിക്കാൻ പറ്റൂ. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഡിസംബർ 30 വരെ 4000 രൂപ പിൻവലിക്കാം. നിങ്ങളുടെ ബാങ്ക് ഡെപ്പോസിറ്റ് കിടക്കുന്നതിൽ നിന്ന് പ്രതിദിന പരിധി 10000 രൂപയാണ്. ഒരാഴ്ച 20000 രൂപയും. നവംബർ 24-ന് ശേഷം ഈ നിയന്ത്രണം തുടരുമോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, സർക്കാരിൻ്റെ നിലപാടിതാണ്, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഒരു സർക്കാർ സ്ഥാപനങ്ങളും ഇനി 500, 1000 രൂപയുടെ പഴയ നോട്ടുകൾ സ്വീകരിക്കുന്നതല്ല. ജനങ്ങളുടെ കാര്യം എന്തോ ആവട്ടെ, അങ്ങനെയാണെങ്കിൽ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കും? ട്രഷറിയിൽ കാശ് വേണ്ടേ? ദൗർഭാഗ്യവശാൽ ട്രഷറിയുടെ നടത്തിപ്പ് സംബന്ധിച്ചും കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇത് എന്നത്തേക്ക് ശരിയായി കിട്ടുമെന്നെങ്കിലും വ്യക്തമായി പറയാമോ പ്ലീസ്? എന്നത്തേക്ക് ഇത് ശരിയായി കിട്ടും? പക്ഷേ ഇതൊരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് 2 ദിവസത്തെ അല്ല പ്രശ്നം. ഏതാണ്ട് ഡിസംബർ അവസാനിക്കുന്നവരെ ഇതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുടരും. ഏതായാലും ഈ രാജ്യത്തൊരു സർക്കാരുണ്ടോ ഭരണമുണ്ടോ എന്നൊന്നും ഇനി ആരും ചോദിക്കില്ലല്ലോ. ഭരണം എന്ന് പറഞ്ഞാൽ മോദിജിയുടെ ഭരണമാണ് ഭരണം. സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യാത്തതിനാൽ ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ മാണിസാറിൻ്റെ ഭരണമാണ്. ഇതിനിടയിൽ ഇടത് മുന്നണിയിലും ഐക്യമുന്നണിയിലുമല്ലാതെ ബ്ലോക്ക് മുന്നണിയിൽ ഇരിക്കുന്ന മാണിസാർ പോലും അംഗീകരിക്കുന്ന ഒരു നിയമം AK ബാലൻ പാസ്സാക്കിയെടുത്തു. അഭിഭാഷക ക്ഷേമനിധി വലുതാക്കുന്ന നിയമം. സാർ, ഞാൻ ഈ ബില്ലിനെ ചില പരിമിതികളുണ്ടെങ്കിലും ഇതിനെ പൊതുവെ സ്വാഗതം ചെയ്യുകയാണ്. സാർ, ഈ അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ടും അഡ്വക്കേറ്റ് ക്ലാർക്സ് ബെനഫിറ്റ് ഫണ്ടും ഇന്ത്യയിൽ ആദ്യമായി കേരള നിയമസഭയാണ് ഈ നിയമം പാസ്സാക്കുന്നത്. അതിന് ഒരു കാലത്ത് നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് എപ്പോഴും ഒരു സന്തോഷമുണ്ട് ജീവിതത്തിൽ. ചാരിതാർത്ഥ്യം. ഇന്ത്യയിൽ ആദ്യമായി അഭിഭാഷകർക്കും ക്ലാർക്കന്മാർക്കും ക്ഷേമനിധി കൊണ്ടുവന്ന കാര്യത്തിൽ അഭിമാനമുണ്ട്. അത് നയനാർ ഗവൺമെൻറ്റിൽ ആണെങ്കിലും ഞാൻ ധനകാര്യമന്ത്രി എന്നുള്ളത് ബാലൻ വിസ്മരിക്കരുത് എന്ന് മാത്രമേ എനിക്കുള്ളൂ പറയാനായിട്ട്. അതെ, ഇല്ല, ബാലൻ വിസ്മരിച്ചിട്ടില്ല. പകരം ചിലതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ബാലൻ ചെയ്തത്. നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ ഇത് കൊണ്ടുവന്നത്. ആ കാലഘട്ടത്തെ സംബന്ധിച്ച മനോഹരമായ അങ്ങയുടെ ഓർമ്മ ഈ സഭയിൽ ഒന്നുകൂടി ആവർത്തിച്ചതിന് വളരെ നന്ദിയുണ്ട്. മധുര സ്മരണകൾ പലപ്പോഴും ഉണ്ടായിരിക്കും. അന്ന് ഞാൻ നയനാരുടെ കൂടെ ഇരുന്ന് വളരെ സന്തോഷകരമായ, നിങ്ങളെപ്പോലെ അല്ല, എത്രയോ നല്ലൊരു വ്യക്തിത്വമായിരുന്നു, ഒരു പരിശുദ്ധമായ വ്യക്തിത്വം. എന്നെ വിളിക്കുന്ന കുഞ്ഞുമാണി. അപ്പം ഞാൻ നയനാർ. ഈ രീതി ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ, ഞാൻ ചുമ്മാ പറയല്ല, വളരെ ഒരു നല്ല ഒരു അടുപ്പമായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രാർത്ഥനകൾ. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീണ്ടും പ്രസംഗത്തിലേക്ക് തിരിഞ്ഞപ്പോഴേക്ക് ഭരണബെഞ്ചിൽ നിന്ന് വീണ്ടും ഒരു ഇടപെടൽ. മന്ത്രി മാത്യു ടി തോമസ് വക. ഇത്ര വിശുദ്ധനും നല്ലതിനുമായിരുന്ന നായനാരെ അങ്ങ് എന്തിനാണ് ഇടയ്ക്ക് ഉപേക്ഷിച്ച് പോയെന്നൂടെ പറഞ്ഞത്? അതെ, അതിപ്പോഴേ അതിന് മാത്യു ടി തോമസിനോട് നമുക്ക് രഹസ്യമായിട്ട് ആ കാര്യം പറയാം. പരസ്യമായിട്ട് ഇവിടെ വെച്ച് പറയുന്നത് ശരിയല്ല. 1980 ജനുവരിയിൽ അധികാരത്തിലേറിയ നയനാർ മന്ത്രിസഭ
1981 ഒക്ടോബറിൽ KM മാണി പിന്തുണ പിൻവലിച്ചതോടെയാണ് വീണത് കേട്ടോ. അതാണ് മാത്യു ടി ഓർമ്മിപ്പിച്ചത്. അങ്ങയുടെ വളരെ സംഭവബഹുലവും ദീർഘവുമായ രാഷ്ട്രീയ ജീവിതമാണല്ലോ. ഇതൊരു സുവർണ്ണ കാലഘട്ടത്തെ അല്ലേ അങ്ങ് അപ്പുറത്തിരുന്നുകൊണ്ട് നഷ്ടപ്പെട്ടത് എന്നുള്ളതിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു. സുവർണ കാലഘട്ടമുണ്ട്, കനക ആ കാലഘട്ടമുണ്ട്, വജ്ര കാലഘട്ടമുണ്ട്. ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട് സാർ. ഞാൻ എവിടെ ഇരുന്നപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. കടമകൾ പൂർത്തിയാക്കി എവിടെ ഇരുന്നുകൊണ്ടും അസ്പൃശ്യതയൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് വല്ല അസ്പൃശ്യതയുണ്ടോ? ഒന്നുമില്ല. പക്ഷേ സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും നമ്മൾ കൂട്ടുകൂടും എന്നുള്ള അർത്ഥമല്ല. ഒരിക്കൽ കൂട്ടുകൂടി അതിൻ്റെ അനുഭവമൊക്കെ മനസ്സിലുണ്ട്. അത് പൊതുവായിട്ടൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. രഹസ്യമായിട്ട് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ്. രഹസ്യമായി മാത്രം ചർച്ച ചെയ്യേണ്ടുന്ന കാര്യങ്ങളും മാണി സാറിൻ്റെ ഈ തുറന്ന രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ വന്നുപോയതാണല്ലോ. അതിലേറ്റവും അവസാനത്തേതായിരുന്നു ബിജു രമേശ് കൊടുത്ത പണി. ഏതായാലും മാണി സാറിന് പണി കൊടുത്ത ബിജു രമേശൻ ഇപ്പോൾ നാട്ടുകാർക്കെല്ലാം പണി കൊടുക്കാനുള്ള ഒരു പണിയുമായി വന്നിരിക്കുകയാണ്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെയും സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നാഷണൽ കേരള ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെയും ചേർന്ന ആഭിമുഖ്യത്തിലാണ് തൊഴിൽ മേള 13-ാം തീയതി ഞായറാഴ്ച SME സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഭാരവാഹി എന്ന നിലയിലാണ് ഈ സംരംഭവുമായി വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ പിന്തുണയാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാര്യം ജനങ്ങളിലേക്ക്, തൊഴിൽ അന്വേഷിച്ച് ഇരിക്കുന്ന ജനങ്ങളിലേക്ക് നമ്മൾ ഇതിന് മാധ്യമ പ്രവർത്തകർ ഈ കാര്യങ്ങൾ എത്തിക്കുക. അവർക്ക് ചെയ്യുന്ന വലിയൊരു പ്രയോജനമായിരിക്കും. അവർക്ക് പുതിയൊരു തൊഴിൽ സാധ്യതയും കമ്പനികളെ കൊണ്ടുവരുന്നുണ്ട്, കമ്പനികളെ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അതിന് വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിലേക്ക് അവരെ എത്തിക്കേണ്ട ചുമതല നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ നാട്ടിലുള്ള സഹോദരിമാരെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ആണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ മുകളിലോട്ട് ഏതുവരെ പഠിച്ചവർക്കും പണി കിട്ടും. 10ാം ക്ലാസ് വേണ്ട, 5ാം ക്ലാസ് മതി. ചെന്നൈയിലുള്ള LNT കമ്പനി 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആൾക്കാരെയാണ് എടുക്കുന്നത്. അവിടെ അക്കോമഡേഷനും ഫുഡും ഫ്രീ ആയിട്ട് കൊടുത്തതിന് ശേഷം കാർപ്പൻട്രി, ബാർബെൻഡിങ് അങ്ങനെയുള്ള ജോലികൾ അവരെ പഠിപ്പിച്ച് അവർക്ക് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് മിനിസ്ട്രിയുടെ സർട്ടിഫിക്കറ്റും കൊടുത്ത് LNTയുടെ പ്രോജക്റ്റിൽ തന്നെ അവർക്ക് ജോലിക്ക് പോകാം. അതല്ലെങ്കിൽ ഈ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ജോലിക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ഒരു നല്ല ഒരു പ്രയോജനം കൂടിയാണത്. കേന്ദ്ര തൊഴിൽ വകുപ്പിന്റെ വക്താവാണ് ഈ പറയുന്നത്, തമാശയല്ല. നമ്മുടെ സ്ഥലം SME സ്കൂളിലാണ്. 9 മണിക്കാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 മണിക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് 10 മണി തൊട്ട് തന്നെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. 50-ലേറെ കമ്പനികൾ, പ്രമുഖ കമ്പനികൾ ഈ ഇതിൽ പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പല കമ്പനികളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വരുന്നതിൽ ഏകദേശം 4000-ഓളം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയും എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടത്തുന്നത്. 10,000-ഓളം പേര് പങ്കെടുക്കുമെന്ന് പറയുന്നത്. 4000-ഓളം പേർക്ക് തൊഴിൽ ഒരു ദിവസം കൊണ്ട് നൽകാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അല്ലെങ്കിലും ബിജു രമേശ് ഇതുവരെ ചെയ്തതെല്ലാം വലിയ കാര്യം തന്നെയല്ലേ. മാണി സാറിനെ ഒരു അരുക്കാക്കിയത് ചെറിയ കാര്യമാണ്. ഏതായാലും പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ മാണി സാറിൻ്റെ നിതാന്ത ശത്രു വരും, കാത്തിരിക്കുക. അറിയാമല്ലോ, മാണി സാറിൻ്റെ ശത്രു എന്നാൽ പിള്ള സാർ, RB പിള്ള സാർ. നമ്മളീ പറയുന്ന വൻ നോട്ടുകളുടെ നിരോധനം പിണറായി മന്ത്രിസഭയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് പിള്ള സാറിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. കഴിഞ്ഞ മന്ത്രിസഭയിലാണെങ്കിൽ ഈ 500 രൂപ 1000 രൂപ നോട്ട് പ്രതിയോറ്റോ ചെയ്തെങ്കിൽ പലരും ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയതിന്. ഈ മന്ത്രിസഭയിൽ അത് വരില്ല. എന്നിട്ടും ആർക്കെങ്കിലും കഴിഞ്ഞ മന്ത്രിസഭയിൽ അപകടം ഉണ്ടായിരുന്നതിന് ഇപ്പം നാളെ മറ്റന്നാളുമൊക്കെ ആയിട്ട് പത്രം വായിക്കുമ്പോഴേ അറിയത്തുള്ളൂ ആരെങ്കിലും ആശുപത്രിയിലായോന്ന്. ഈ മന്ത്രിസഭയിൽ അഴിമതിയില്ല എന്നും അഴിമതിക്കാരില്ല എന്നുമാണ് പിള്ള സാർ പറഞ്ഞതിൻ്റെ മലയാളമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പൊതുവെ തന്നെ ഈ ഗവൺമെന്റിലെ മന്ത്രിമാരാരും ഒരു അഴിമതിയും ചെയ്തതായിട്ട് ഈ 5 മാസം കൊണ്ട് ആർക്കും പറയാൻ കഴിയാത്തത് തന്നെ ഈ ഗവൺമെന്റ് ഒരു വലിയ ക്രെഡിറ്റാണ്. അപ്പോൾ EP ജയരാജൻ രാജിവെച്ചതോ? തൻ്റെ നാട്ടുകാർക്ക്
സർക്കാർ വക തേക്കുതടി വെറുതെ കൊടുക്കണമെന്ന് അദ്ദേഹം വനം വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുത്തതോ? അതൊന്നും അഴിമതിയല്ലേ? അപ്പോൾ ഒരു തടി കൊടുക്കണമെന്ന് പറഞ്ഞത് വെറുതെ കൊടുക്കണമെന്ന് പറഞ്ഞതായിട്ട് രേഖ കാണുന്നില്ല. നിയമാനുസൃതമല്ലാതെ കൊടുക്കണമെങ്കിൽ അത് ക്യാബിനറ്റിന്റെ അധികാരമുള്ളൂ, മന്ത്രിക്ക് അധികാരമില്ല. മന്ത്രിസഭ തീരുമാനത്തിന് വരുന്നത് വരെയോ അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറഞ്ഞു എന്നുള്ളത് അത്ര വലിയൊരു അപരാധമായിട്ടും അഴിമതിയായിട്ടും എടുത്തത് തീവട്ടിക്കൊള്ള നടന്നുകൊണ്ടിരുന്ന ഈ നാട്ടിൽ അങ്ങനെ എടുത്തത് ശരിയാണ് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. മനസ്സിലായില്ല. അങ്ങനെ സർക്കാർ തടി കൊടുക്കാറുണ്ടോ? മന്ത്രിസഭയ്ക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയുമോ? ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് കരുണാകരൻ മന്ത്രിസഭയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം സ്ഥാപനങ്ങൾക്ക് തേക്ക് തടി സൗജന്യമായി കുടിവരത്തിന് കൊടുത്തിട്ടുണ്ട്. എന്തിന്? തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ അമ്പലത്തിന് വരെ തടി കൊടുത്തു. അത് ശരി. അപ്പോൾ ഇതൊരു കീഴ്വഴക്കമാണല്ലേ? ഒരു മന്ത്രിക്ക് അങ്ങനെ നിവേദനം കിട്ടുമ്പോഴേക്ക് തടി അറുത്ത് കൊടുക്കുമോ? ഒരു മന്ത്രിക്കൊരു നിവേദനം കിട്ടിയാൽ, മന്ത്രിയല്ലാത്ത ഞങ്ങൾക്കൊക്കെ കിട്ടിയാൽ, ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു 3-4 നിവേദനം അതാത് മന്ത്രിമാർക്ക് ഫോർവേഡ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഈ തരുന്നത് വലിച്ചീറി കളയാനല്ലോ, അത് എത്തിക്കേണ്ടത് ചെയ്യേണ്ടത് മന്ത്രിമാരുടെ ജോലിയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പാർട്ടി ആകെ ബുദ്ധിമുട്ടിലായിരിക്കുമല്ലോ. എങ്കിലൊരു മന്ത്രിസ്ഥാനം ചോദിച്ചുകൂടെ? മന്ത്രിസ്ഥാനം ഞങ്ങളെ സംബന്ധിച്ചോളം അന്ന് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, നിങ്ങൾ ചിലരെങ്കിലും കാണും, അന്ന് ഞങ്ങൾ മന്ത്രിസഭ വിട്ടോ പറഞ്ഞു, ഞങ്ങൾ മന്ത്രിസ്ഥാനമല്ല. ഞങ്ങൾക്ക് വലുത് കേരളത്തിലെ ജനങ്ങളും കേരളത്തിൽ ഒരുമാതിരി സുതാര്യമായ ഒരു ഗവൺമെന്റ് ഭരിക്കുക എന്നുള്ളതുമാണ്. മന്ത്രിസ്ഥാനത്തേക്കാളൊക്കെ പ്രാധാന്യവതാണ്, മറ്റതൊക്കെ അപ്രധാനമാണ്. മറ്റെല്ലാം അപ്രധാനമാണോ? ഈ സംസ്ഥാനത്തെ ക്രമസമാധാന നില പാടേ തകർന്നതും അപ്രധാനമാണോ? ഗുണ്ടാരാജല്ലേ നാട്ടിൽ നടക്കുന്നത്? ഗുണ്ടാരാജ്. ക്രമസമാധാനം തകർന്നു എന്ന് പറയുന്നത് മൊത്തമായി ശരിയല്ല. നമ്മുടെ പോലീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ്. ഒരുപാട് കേസുകൾ പിടിക്കുന്നുണ്ട്. കേസുകളിൽ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കക്ഷി രാഷ്ട്രീയം നോക്കാതെ അഴിമതിക്കാരെ പിടിക്കുകയും ഗുണ്ടകളെ അമർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ പിണറായിയുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഗുണ്ടകൾ വരുന്നുണ്ടല്ലോ. അതിനകത്ത് അപകടകാരികളുണ്ടാവും. അതിനകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അംഗങ്ങൾ കാണും. അവരെല്ലാവരെയും നിലയ്ക്ക് നിർത്താനൊന്നും പറ്റില്ല. പിടിച്ചാൽ അവർക്ക് ഗുണകരമായതൊന്നും ഗവൺമെന്റ് രാഷ്ട്രീയമായി ചെയ്തു കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഗവൺമെന്റ് ചെയ്യാൻ കഴിയൂ. അങ്ങനെ ചെയ്തതായിട്ട് യാതൊരു രേഖയുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സർക്കാർ ആകെ മൊത്തം ഒരു ഗംഭീര സർക്കാരാണ് എന്നതാണോ അങ്ങയുടെ അഭിപ്രായം? ഈ ഗവൺമെന്റിനെ പറ്റിയുള്ള ഞങ്ങളുടെ ഒരു തൽക്കാലത്തെ അസസ്മെന്റ് കാത്തിരിക്കുക. ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി പൂർണ്ണമായി കുറഞ്ഞു എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇപ്പോഴും പല കാര്യങ്ങളും സാധിക്കണമെങ്കിൽ പല ഓഫീസുകളിലും പണം കൊടുക്കേണ്ട സ്ഥിതിയുണ്ട്. അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നു. പക്ഷേ ഉദ്യോഗസ്ഥ അഴിമതി കൂടി കുറെ കൂടി ശ്രദ്ധയോടുകൂടി അവസാനിപ്പിച്ചാലേ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം വരും. അത് ശരിയാണ്. ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി പൂർണ്ണമായും കുറഞ്ഞുവെന്ന് CPM-ന്റെ സമുന്നതരായ നേതാക്കൾക്ക് പോലും അഭിപ്രായമില്ലല്ലോ. അതാണ് ഉദ്യോഗസ്ഥന്മാര്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള നാനാതര പ്രശ്നമാണ്. അതുകൊണ്ട് വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും ഇരിക്കുന്നവര്, ആശുപത്രിയിലുള്ളവര്, പോലീസ് സ്റ്റേഷനിലുള്ളവര് മര്യാദയ്ക്ക് പെരുമാറണം. അതല്ലെങ്കിൽ അതിന്റെ ക്ഷീണം ചെയ്യും. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പോലീസ് മനസ്സിലായില്ലേ? ഒക്കെ മര്യാദയ്ക്ക് പോയി മര്യാദയ്ക്ക് ജനങ്ങളോട് പെരുമാറുന്നത് നന്നായിരിക്കും. ഇല്ലേ അതിന്റെ ക്ഷീണം വരും. ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ നേരിടും, ഉറപ്പ്, ഒരു സംശയവും വേണ്ട. ജനങ്ങളെ മടുത്തു അഴിമതിയും തട്ടിപ്പും. ഓരോ ലക്ഷം രൂപ ഒരു പട്ടയം എഴുതി വെച്ചിരിക്കുക, തരാം ചേട്ടാ 1 ലക്ഷം രൂപ വീതം തന്നാൽ മതി പലരോട് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ പൊറുക്കും? അതുകൊണ്ട് അതിനോടൊന്നും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല. അത് ശരിയാണ്. അഴിമതി നടത്തുക, കൈക്കൂലി നടത്തുക. ഇവിടെ പട്ടയം കൊടുക്കുന്നവർ 1 ലക്ഷം രൂപ ചോദിച്ച റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാ കേട്ടത്. അവരെയെല്ലാം ഞങ്ങള് ഇവിടെ വിചാരണ ചെയ്യും. നോക്കിക്കോ, ശക്തിയായി നേരിടും. പരാതി കൊടുക്കും, എൻക്വയറി നടത്തും, വിജിലൻസ് കേസ് വരും. വെറുതെ അല്ല. 1 ലക്ഷം രൂപ വീതം ചോദിച്ചു എന്നാ കൃഷിക്കാരോട്. ഞങ്ങൾക്ക് ഇവിടെ വിശ്വാസയോഗ്യമായി കിട്ടിയതാ. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയോട് തന്നെ പലരും വിളിച്ചു പറഞ്ഞു, ഓരോ ലക്ഷം രൂപ ഇരുന്നാ മതി. പിന്നെ
തര തീറ്റ. അതുകൊണ്ട് മര്യാദയ്ക്ക് പോയില്ലേ, നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് വേണ്ടെന്ന്. മര്യാദയ്ക്ക് കാര്യം ചെയ്യാൻ പറ്റാത്തവർ ഇവിടുന്ന് പോയി ഇതൊന്ന് സഹായിച്ചാൽ മതി ഞങ്ങളെ. ഭരണത്തിൽ അഴിമതിയും തട്ടിപ്പുമാണെന്നും ജനങ്ങൾക്ക് മടുത്തുവെന്നും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമായ ഒരു MLA പറഞ്ഞത് മുഖ്യമന്ത്രി കേട്ടോ എന്തോ? കേട്ടിരിക്കാൻ വഴിയില്ല. അദ്ദേഹം ഇപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴിയാണല്ലോ ജനങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഇങ്ങനൊരു സെമിനാർ സംഘടിപ്പിച്ചത് തികച്ചും കാലോചിതമാണ്. ഈ സെമിനാർ സംഘടിപ്പിച്ചവരെ ഹാർദമായി അഭിനന്ദിക്കട്ടെ. അവിടെ എത്താൻ കഴിയാത്തതിലുള്ള ഖേദം ഒന്നുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. MVRന്റെ ചരമവാർഷികത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടി കണ്ണൂരിൽ സംഘടിപ്പിച്ച സെമിനാറാണ് മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. രാഘവനെ തടഞ്ഞപ്പോൾ വെടിയേറ്റ് മരിച്ച രക്തസാക്ഷികളുടെ വാർഷികം അടുത്ത മാസം കണ്ണൂരിൽ നടക്കാനുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി ഉടലോടെ എത്തും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ലാൽ സലാം.